ഹലോ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കില്ലേ? അപ്പോൾ ഈസ്റ്ററൊക്കെ വിളംബരമായി എല്ലാവരുടെ. അപ്പോൾ രാത്രി ഇതാ പള്ളിയിൽ കുർബാനയ്ക്ക് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വായനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വായനയും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നപ്പോഴത്തേനും നല്ല ഉറക്കമൊക്കെ വന്ന് കണ്ണിങ്ങനെ മയങ്ങുന്നുണ്ടായിരുന്നു. എങ്കിലും വീണ്ടും അടുത്തൊക്കെ ആൾക്കാരിരുന്ന് ഇങ്ങനെ സൗണ്ട് വെക്കുന്നതുകൊണ്ട് അങ്ങനെ മയങ്ങാൻ പറ്റത്തില്ലല്ലോ. മയങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കാണുമല്ലോ എന്നും കരുതി കണ്ണൊക്കെ ഇങ്ങനെ തുടച്ച് തിരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം എന്താണ് നമ്മുടെ മെഴുകുതിരിയൊക്കെ കൊണ്ടുവന്ന് കത്തിച്ച് നല്ല മനോഹരമായിട്ടിരിക്കുകയായിരുന്നു. മെഴുകുതിരി കത്തിച്ച് കുറേ സമയം നമ്മൾ വെച്ചിരുന്നു. പിന്നെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും മെഴുകുതിരി അണച്ചിട്ടും എൻ്റെ കയ്യിക്കുന്നുണ്ട് ഈ മെഴുകുതിരി കുട്ടൻ അണയാൻ ഒരു ഉദ്ദേശവും ഇല്ല. അവൻ അങ്ങനെ തന്നെ ഓണായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം ഞാൻ അവനെ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ശേഷം കുർബാനയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം നമ്മുടെ ഒതുവെള്ളം അത് വാങ്ങിക്കണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വാങ്ങിച്ചപ്പോഴത്തേനാണ് നമ്മുടെ അടുത്ത ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും കാര്യങ്ങളായിട്ട് പുറത്ത് നല്ല മനോഹരമായിട്ട് കണ്ടാൽ തന്നെ നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കാപ്പിയും കിട്ടി, പുഴുങ്ങിയ മുട്ടയും കിട്ടി. അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളി വന്ന ശേഷം ഞാൻ ആദ്യമായിട്ടാണ് എനിക്കങ്ങനെ കിട്ടുന്നത്. ഇതുവരെയും വേറൊരിടത്തും എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ കാപ്പിയും കുടിച്ചുകൊണ്ടവിടെ നിന്നപ്പോഴാണ് നമ്മുടെ ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ഇത് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ പകർത്തി നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട് തന്നെ. പിന്നെ അതിൻ്റെ കുറച്ചൊരു വോയിസ് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കേട്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ കൂട്ടുകാരെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈസ്റ്റർ എങ്ങനെയായിരുന്നുള്ളതും അഭിപ്രായം പറയണേ. ഈസ്റ്ററൊക്കെ ആഘോഷിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതും അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പം രാത്രിയിൽ അന്നേരത്തേക്ക് ഒരു 1:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ രാത്രി വരാത്തവർക്കുള്ള കുർബാന അച്ഛൻ ഞായറാഴ്ച രാവിലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വരാത്തവർക്കുള്ള രാത്രി വന്നവർക്കും വരാമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. വരാത്തവർക്കുള്ള കുർബാനയും വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 7 മണിക്കാണ് അടുത്ത കുർബാന പറഞ്ഞത്. അപ്പോൾ ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് മനോഹരമായിട്ടുള്ള അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു.